നമുക്കിന്ന് പാവയ്ക്ക അച്ചാർ ഇട്ട് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു 5 പാവയ്ക്ക എടുത്ത് ഞാൻ കഴുകി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു ശകലം ഉലുവാപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി ആയാലും മതി, കുറച്ച് കായപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്നത് കൊണ്ട് കയ്പ്പ് കുറഞ്ഞ് കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കതിന് ആവശ്യമായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.